ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷയിൽ നിന്നും അസിയ പുറത്തായിരിക്കുകയാണ്. സത്യത്തിൽ അസിയക്ക് പുറത്തു പോകാനുള്ള എല്ലാ അവസരവും അസിയ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത്രയും പേരിൽ നിന്ന് വളരെ കുറച്ച് പേര് മാത്രമാണ് ഈ ഷോയിലേക്ക് കയറാൻ അവസരം ലഭിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ സാധാരണ കഴിവൊന്നും പോരാ കേട്ടോ. ഒരു എക്സ്ട്രാ ഓർഡിനറി കഴിവ് തന്നെ അവിടെ വേണം. അസിയയുടെ ആ ഒരു എവിക്ഷൻ എന്ന് പറയുന്നത് അസിയ മിക്കവാറും നല്ലൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലൊക്കെ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കാരണം ചിലത് ശരിയാകും ചിലത് ശരിയാകില്ല എന്നൊക്കെ പറയാറില്ലേ, അതുപോലെയാണ് അവർ പുറത്തേക്ക് പോകുന്നത് കേട്ടോ. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ടേ, അതായത് നമ്മളിപ്പോൾ ഇതിനകത്ത് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പുറത്തേക്ക് പോയല്ലോ. ഈ ഷോയിലേക്ക് വരുന്ന ഓരോ മത്സരാർത്ഥിയും വലിയ പ്രതീക്ഷയോടൊക്കെ തന്നെയാണ് ഇവിടേക്ക് വരുന്നത്. എന്ന് കരുതിയിട്ട് അവർക്ക് അവരുടെ കഴിവൊന്നും അവിടെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവർ പുറത്തേക്ക് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഉപദേശിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അതൊരു വല്ലാത്തൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടേ. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിയിട്ട് നമ്മൾ അവിടുന്ന് പുറത്തു പോകുന്ന സമയത്ത് അവരുടെ മനസ്സ് എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊന്നും പറയാൻ കഴിയില്ല. ചിലപ്പോൾ ജഡ്ജസ് വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തെ രീതിയിൽ ചിലപ്പോൾ അവർ സംസാരിച്ചെന്നൊക്കെ വരും കേട്ടോ. കാരണം നമ്മളെ ബിജു പുറത്തായ സമയത്ത് പറഞ്ഞൊരു സംഭവം നമ്മൾ കേട്ടതാണല്ലോ. ഇവിടെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ പുറത്ത് പോകുന്നവർക്ക് ഉപദേശമൊക്കെ കൊടുക്കണമെങ്കിൽ അവർ കുറേ നാൾ ആ ഒരു ഷോയിലൊക്കെ നിന്നിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു അവരുടെ മാക്സിമം കഴിവുകളൊക്കെ പുറത്തെടുത്തിട്ടാണ് അവർ പുറത്ത് പോകുന്നതെങ്കിൽ അവർക്ക് ഇനിയും അവസരങ്ങൾക്ക് വരും അങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് ഒരു അർത്ഥം ഉണ്ടെന്ന് നോക്കാം. ഇത് വന്നു രണ്ടോ മൂന്നോ എപ്പിസോഡ് ആകുമ്പോഴേക്ക് തന്നെ വന്ന ആൾക്കാരെയൊക്കെ പറഞ്ഞു വിടുന്ന സമയത്ത് ശരിക്കും വന്നു കയറിയ ആൾക്കാർക്ക് ഒരുപാട് മാനസികമായിട്ട് വിഷമം ഉണ്ടാകും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ അസിയുടെ ആ ഒരു പുറത്താക്കലും അഗ്നിപരീക്ഷയിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു എവിക്ഷൻ തന്നെയാണ് കേട്ടോ. നമ്മുടെ ബിജുവിനെയൊക്കെ പോലെ തന്നെ നമുക്ക് നോക്കാം ഇനി ആരൊക്കെ ആയിരിക്കും ഈ ഷോയിൽ പിടിച്ചു നിൽക്കുന്നത് എന്നുള്ളത്. കാരണം അവിടെ ആര് നിൽക്കണം എന്ന് തീരുമാനിക്കുന്ന നമ്മുടെ ഈ ബിഗ് ബോസ് ടീമും അതുപോലെ നമ്മളെ ജഡ്ജസൊക്കെ തന്നെയാണ്. നമ്മുടെ കാഴ്ചപ്പാടിലല്ല അവർ ഓരോ മത്സരത്തെയും കാണുന്നത് എന്നുള്ളത് ഈ കഴിഞ്ഞ എപ്പിസോഡൊക്കെ കണ്ടപ്പോഴും അതുപോലെ എവിക്ഷനൊക്കെ കണ്ടപ്പോൾ തന്നെ ഏതാണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ.